ആകെ കുളമായ നിർവൃതിയിൽ ഞങ്ങളെ സുഖമായി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. രാവിലെ ആരോ വാതിൽ കൊട്ടുന്ന സൗണ്ട് കേട്ടപ്പോൾ നമ്മൾ കാലുകൊണ്ട് ഷാനുവിനെ ചവിട്ടി പോയി തുറക്കാൻ പറഞ്ഞു. എനിക്കൊന്നും വയ്യ, ആ മുത്തുവിനോട് പറ. അതും പറഞ്ഞ് പെണ്ണ് തിരിഞ്ഞു കിടന്നു. നമ്മൾ മുത്തോളെ വിളിച്ചപ്പോൾ ഓള് ചെണുങ്ങിക്കൊണ്ട് ഷാനുവിനെ കെട്ടിപ്പിടിച്ച് കിടന്നു. അവസാനം നമ്മൾ എണീറ്റ് പോയി ഡോറ് തുറന്ന് വീണ്ടും വന്ന് കിടന്നു. അത് ശരി, മൂന്നും പോത്തോലെ കിടന്നുറങ്ങാ. വീട്ടിലെ മരുമക്കളത്രേ. എണീറ്റേ പാത്തു. അതെന്താ, വീട്ടിലെ മരുമക്കൾക്ക് ഉറക്കം ഹറാമാണോ? ഒന്ന് പോയേടി. നേരെ 9 മണി കഴിഞ്ഞു. എണീറ്റേ. അത്രേ ആയുള്ളൂ. ഷാനു, അപ്പൊ നിങ്ങൾ എണീക്കില്ല? ഇല്ല. അല്ല, ഇതാരാ? കാക്കുമാരെന്ത് ഇങ്ങോട്ട്? അത് കേട്ടതും ഞങ്ങൾ മൂന്നാളും ഒറ്റ എണീക്കലായിരുന്നു. എന്നിട്ട് വാതിലിൻ്റെ അവിടേക്ക് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. കള്ള ഹിമാറ്, നുണ പറഞ്ഞതാ. ഓൾ അവിടെ നിന്ന് കിണിക്കുണ്ട്. നമ്മളെ കയ്യിൽ കിട്ടിയ തലേനെടുത്ത് ചേറ് കൊടുത്തപ്പോൾ ഓള് ക്യാച്ച് ചെയ്ത് ഫ്ലൈങ് കിസ് തരാ. എന്താ ഇവിടെ ഒരു ബഹളം? അതും പറഞ്ഞ് മൂന്നും കൂടി റൂമിലേക്ക് കയറി വന്നതും ഞങ്ങൾ മൂന്നാളും ഒറ്റ ഓട്ടായിരുന്നു ബാത്റൂമിലേക്ക്. മൂന്നാളും ഒരുമിച്ച് കയറി വാതിലടച്ചു. അവരെവിടെ? ആദി ബാത്റൂമിലുണ്ട്. പാത്തു. മൂന്നാളും ഒരുമിച്ചോ? പാച്ചുക്ക. അതെ. ഷോ, മൂന്നിൻ്റെയും അമിത സ്നേഹമൊക്കെ കണ്ടപ്പോഴേ എനിക്ക് അന്നേ ഡൗട്ടുണ്ടായിരുന്നു. മൂന്നും വഴിതെറ്റി പോയി മോനെ, പോയി. അയ്യോ, ഞാനിതെങ്ങനെ സഹിക്കും? ആറ്റുനോറ്റ് ഒരാളോട് പ്രേമം തോന്നിയിട്ട് അതിങ്ങനെ ആയിപ്പോയല്ലോ പഠിച്ചോനെ. പാച്ചുക്ക. അയ്യേ, അങ്ങേര് ഇതെന്തൊക്കെയാ പറയണേ? നമ്മളെ ഷാനുവിനെ നോക്കിയപ്പോൾ അവള് മുത്തോളെ തൊഴിൽ തട്ടിയിട്ട് ഇതിലും വലുതൊന്നും എനിക്ക് വരാനില്ല. തൃപ്തിയായി മകളെ. മുത്തോളാണേ ഒന്നും മനസ്സിലാവാതെ വായും പൊളിച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ ഓൾക്കൊന്ന് ചിരിച്ചു കൊടുത്ത് പല്ല് തേക്കാൻ തുടങ്ങി. അങ്ങനെ പല്ല് തേപ്പ് കഴിഞ്ഞ് ഞങ്ങൾ മൂന്നാളും കൂടി പുറത്തിറങ്ങിയപ്പോൾ പാച്ചൊക്കെയുണ്ട് കണ്ണൊക്കെ തുടച്ച് പോകുന്നു. പാത്തു ആണെങ്കിൽ വായും പൊത്തിപ്പോയി. ആദ്യം മജ്ജുവും എന്തോന്നടി എന്ന ഭാവത്തിൽ നമ്മളെ നോക്കുന്നുണ്ട്. നമ്മൾ തലചേച്ച് ഷാനുവിനെ നോക്കിയപ്പോൾ ഓളും മുത്തോളും നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നപ്പോൾ തൃപ്തിയായി. ഇതേതാ പുതിയ ഹെയർ സ്റ്റൈൽ? ആഹാ, പൊളി, അന്തസ്. ഒരു ചങ്ങല കൂടി കയ്യിലുണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് മെൻ്റൽ രോഗി തന്നെ. അജ്ജു. നമ്മൾ ഓനെ നോക്കി പേടിപ്പിച്ച് പുച്ഛിച്ചു. അപ്പോഴേക്കും ആ രണ്ടെണ്ണം ഇറങ്ങിപ്പോയി. അങ്ങനെ ഒന്ന് ഫ്രഷായി താഴേക്ക് ഇറങ്ങിയപ്പോൾ പയ്യന്മാരൊക്കെ എങ്ങോട്ടോ പോയിക്കണോ. ഞങ്ങളും പോയി ചായയൊക്കെ കുടിച്ചു. ഒന്ന് ചുറ്റി കറങ്ങാൻ ഇറങ്ങി. അജുവിൻ്റെ 4 മുറപ്പെണ്ണുങ്ങൾ ഒരുമിച്ച് മുന്നിലും ബാക്കിൽ പാത്തും മുത്തോളും. അതിൻ്റെ ബാക്കിൽ ഞാനും ഷാനുവും കൂടി നടന്നു. ഇവിടെ മഴ വല്ലതും പെയ്തോ? റോഡ് മൊത്തം ചളി. അത് ഇതുവഴി വെള്ളം കൊണ്ടുപോലുണ്ട്. അങ്ങനെ വീണിട്ടായതാവോ? പാത്തു. നമ്മൾ അങ്ങനെ നടന്നു പോകുമ്പോഴാണ് കുറച്ച് കുട്ടികൾ വന്ന് ആ ചെളി മൊത്തം നമ്മുടെ ഡ്രസ്സിലേക്കാക്കിയത്. ടാ കുരങ്ങന്മാരെ, നിനക്കൊന്നും കണ്ണു കണ്ടുവിടടാ തെണ്ടികളെ. ഷ്യോ, ആകെ ചളിയായി. ചളിയല്ലേ, ചാണകമൊന്നുമല്ലല്ലോ. ഒരു കുട്ടി. ടാ ഓവറാവല്ലേ, നിന്നെ പാടത്തിട്ട് ഉരുട്ടും ഞാൻ. ഇന്ന് അതൊന്ന് കാണണം എന്ന് പറഞ്ഞ് ആ കുട്ടി നമ്മളെ മേത്തേക്ക് വീണ്ടും ചളിയാക്കാൻ നിന്നതും അവിടെ എളിച്ചുകൊണ്ട് നിന്ന ഷാനുവിനെ പിടിച്ച് നമ്മൾ മുന്നിൽ നിർത്തി. ഫുൾ ചളിയും ഓളെ മേത്തായി. നമ്മൾ മെല്ലെ ഓളുടെ ഷോൾഡറിൻ്റെ അതിൽ കൂടി നോക്കിയപ്പോൾ അവന്മാർ പൊരിഞ്ഞ ചിരി. നമ്മൾ മെല്ലെ ഷാനുവിനെ നോക്കിയപ്പോൾ അവളെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. ടാ കള്ളത്തെണ്ടികളെ എന്ന് വിളിച്ച് ഓൾ അവിടെയുള്ള ചെളി മൊത്തം അവന്മാരെ മേത്തക്കുമാക്കി. അതിന് ആ കുട്ടി പിശാചുകൾ വടിയും ചളിയും കയ്യിൽ വാരി ഞങ്ങളെ പിന്നാലെ വന്നതും തോമസ് കുട്ടി വിട്ടോടാ എന്ന് പറഞ്ഞ് നമ്മൾ ഷാനുവിൻ്റെ കൈ പിടിച്ചോടി. അവൾമാരെ ഏതോ വഴിയിൽ കൂടിയും ഞങ്ങൾ ഏതോ വഴിയിൽ കൂടിയും. ലാസ്റ്റ് ഒരു മരത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഷാനു നിന്നിട്ട് എനിക്ക് വയ്യ ഓടാൻ. അവന്മാരെ കണ്ടതും നമ്മൾ ഓളയും കൂട്ടി ഒരു മരത്തിൽ കയറി മിണ്ടാതിരുന്നു. അവന്മാർ അവിടെയൊക്കെ വന്ന് നോക്കി. ഞങ്ങളെ കണ്ടില്ലെന്ന് കണ്ടപ്പോൾ കുറച്ച് മാറി അവിടെ ഇരുന്നു. അവരിതുവഴി തന്നെ തിരിച്ചു വരും, അപ്പോൾ നമുക്ക് പിടിക്കാം. അപ്പോൾ നമ്മളിനി ഇവിടെ സ്ഥിരതാമസാക്കേണ്ടി വരുമോ? വേണ്ടി വരും. കുറച്ചു നേരം കഴിഞ്ഞ് അവരവിടെ നിന്ന് പോയി. ഡി, അവന്മാർ പോയി കാണോ? ഒരു ഐഡിയ ഉണ്ട്. ഞങ്ങളൊരു പ്ലാവിൻ്റെ മുകളിലാണ്. കയ്യിൽ കിട്ടിയൊരു ചക്കെടുത്ത് നിലത്ത് കിട്ടതും എന്തോ ഒന്ന് പാഞ്ഞു പോയി. കല്ല്. അവന്മാർ പോയില്ല. ആ, എനിക്കിപ്പോൾ നല്ലൊരു പാട്ട് ഓർമ്മ വരുന്നു. ഏതായാലും പതുക്കെ പാടിയാൽ മതി.
സെറ്റ്. അവള് പാടാൻ തുടങ്ങി. ഒന്നും മിണ്ടാതിരിക്കടി പോത്തെ. അപ്പോഴോള് മോന്തയും വീർപ്പിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് ആ തെണ്ടിക്ക് ഹലാക്കിലൊരു തുമ്മൽ. അത് കേട്ട് അവന്മാരെ വന്നിട്ട് ഞങ്ങളെ നോക്കി ഇളിച്ചുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തട അവളമാരെ എന്ന് പകച്ചുപോയി ഞങ്ങള്. അപ്പോഴും ആ കോപ്പിൻ്റെ തുമ്മൽ കഴിഞ്ഞില്ല. ലാസ്റ്റ് അവന്മാരെ കല്ലെടുത്ത് എറിയാൻ തുടങ്ങിയതും ഞങ്ങളുള്ള ചക്കയും എടുത്ത് അവരെയും എറിയാൻ തുടങ്ങി. മുത്തോൾ അവരെങ്ങനെ കണ്ടെത്താ? അവരോടിയ വഴിക്ക് ഞങ്ങളും പോയപ്പോൾ മരത്തിൻ്റെ മുകളിലിരുന്ന് എന്തൊക്കെയോ എടുത്തെറിയുന്ന രണ്ടിനെയും കണ്ടു. താഴെയാണേൽ ആ കുട്ടിപ്പട്ടാളങ്ങൾ കല്ലൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവൂല. നമ്മൾ ഫോണെടുത്ത് അളിയനെ വിളിച്ച് കാര്യം പറഞ്ഞു. പാത്തു തറവാട്ടിലേക്ക് പോയി അവരെ വിളിച്ചു വരാൻ. ലാസ്റ്റ് അവർ വന്നതും ഞങ്ങൾ അവരെ കാണിച്ചു കൊടുത്തു. ഡാ അത് കേട്ടതും അവന്മാരിറങ്ങി ഓടി. മക്കളിങ്ങോട്ട് ഇറങ്ങി വാ പാച്ചുക്ക. അപ്പം അവർ രണ്ടും ഇളിച്ച് കാണിച്ചു തരാ. ഞങ്ങൾക്ക് കയറാനല്ലേ അറിയൂ, ഇറങ്ങാൻ അറിയില്ലല്ലോ. ഹച്ചി. അപ്പോൾ ആദിക്കയും മജ്ജുക്കയും കൂടി രണ്ടിനെയും എങ്ങനെയൊക്കെ ഇറക്കി. അപ്പോഴും ഷാനു കിടന്ന് തുമ്മലോട് തുമ്മൽ. എന്താ ശരിക്കുണ്ടായേ അജ്ജുക്ക? ഞാൻ പറയാം. ഇവർ ആ കുട്ടികളോട് വെറുതെ ഇടക്കിയതാ. ഈ ഷാനു അവരെ മീതക്ക് ചളിവാരി എറിഞ്ഞു. അസ്ന അജ്ജുക്കയുടെ മുറപ്പെണ്ണിൽ ഒരുത്തി. ഞാനും ബാത്തും ഷാനും ജുമിയും വായം വിളിച്ചവളെ നോക്കി നിന്നു. ആരടി ഫസ്റ്റ് എറിഞ്ഞത്? ഇവള് വെറുതെ പറയാ. അവന്മാർ ഞങ്ങളെ മീതക്ക് എറിഞ്ഞത് കൊണ്ടാ. ജുമി ഞങ്ങൾക്ക് നുണ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഫാരിസ ഡി കോപ്പെ ഇല്ലാത്തത് പറഞ്ഞ നിന്നെ ഞാൻ ആ ചളിയിൽ ഒന്നും കൂടി കൊണ്ടുപോയിടും കേട്ടോടി തെണ്ടി. ഷാനു അപ്പോൾ തന്നെ ആദിക്ക ഷാനുവിനെ പിടിച്ച് അവളെ മോന്തക്കിട്ടൊന്ന് പൊട്ടിച്ചു. ഓൺ ദ സ്പോട്ടിൽ ജുമ്മി ഓടി വന്ന് എൻ്റെ ബാക്കിൽ നിന്നു. ഇനഫ്, ഇനി ഒരു അക്ഷരം മിണ്ടണ്ട. നിനക്കൊക്കെ ഇച്ചിരി ഓവറാണ്. മിണ്ടാതെ വീട്ടിലേക്ക് വന്നോണം കേട്ടല്ലോ. അവരതും പറഞ്ഞു പോയപ്പോൾ അവളുമാർ നാലും ഞങ്ങൾ നോക്കി പുച്ഛിച്ച് ഒറ്റപ്പോക്ക്. ജുമി ഷാനുവിൻ്റെ അടുത്തേക്ക് പോയി. നക്ഷത്രമാണോ കിളികളാണോ ചുറ്റും പറക്കുന്നത്? രണ്ടുമല്ല, പുകയാ. ഹച്ചി ഹച്ചി. അവൾക്ക് അലർജി തുടങ്ങി തോന്നുന്നു. നമുക്ക് വീട്ടിൽ പോവാ വാ. ഷാനു നടക്കാൻ നിന്നതും ആടിയാടി വീഴാൻ പോയി. അപ്പോഴേക്കും ഞങ്ങളെ പിടിച്ച് അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാലും നിന്റെ കസിൻസ് എന്താടി ഇങ്ങനെ? എന്തൊക്കെയാണ് അവളുമാർ പറഞ്ഞത്? ആദ്യക്ക് എന്തിനാ ഇവളെ തല്ലിയേ? നമ്മൾ കുറേ നേരമായി ഇതന്നെ പറഞ്ഞ് പെറുപെറുക്കുന്നു. ജുമിയാണെങ്കിൽ ഐസ് എടുത്ത് ഷാനുവിൻ്റെ കവളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പാത്തു താടക്ക് കൈ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോഴും ഷാനു തുമ്മൽ തന്നെ. കണ്ണൊക്കെ ചുവന്നിട്ടുണ്ട്. നമ്മൾ പോയി അവൾക്ക് മരുന്നെടുത്ത് കൊടുത്തു. അജ്ജു ഡാ നീ എന്തിനാ അവളെ തല്ലിയേ? പാച്ചു പിന്നെ ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണോ? ആദി അജ്ജു നീ എന്ത് ജുമീനെ തല്ലാഞ്ഞേ? തല്ലിയിട്ടും കാര്യമൊന്നുമില്ല, അതുകൊണ്ട്. കുഞ്ഞു കുട്ടികളെ കൂടെയാ അവളെ കളി. അവൾക്ക് എന്താ തീരെ ബോധമില്ലേ? ആദി ഞാൻ അകത്തോട്ടേക്ക് വന്നോട്ടെ? പാത്തു വാ. നിങ്ങളെ ഷാനുവിനെ അടിക്കണ്ടായിരുന്നു. ശരിക്കും സംഭവിച്ചത് എന്താണെന്നറിയോ? അതും പറഞ്ഞ് നടന്നതൊക്കെ അവൾ പറഞ്ഞു തന്നു. അതും പറഞ്ഞ് അവൾ പോയി. അപ്പം ഇതിൻ്റെ മെയിൻ ലീഡർ എൻ്റെ കെട്ടിയോളായിരുന്നല്ലേ? കാണിച്ചു കൊടുക്കാൻ ഞാൻ. നമ്മൾ അവളെ റൂമിലേക്ക് പോയപ്പോണ്ട് ഓള് ഷാനുവിൻ്റെ കവളിൽ ഐസ് വെച്ച് കൊടുക്കുന്നു. മുത്തോൾ അതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. ഷാനു ആ എന്താടി? വായ വേദനിക്കുന്നു, തുറക്കാൻ വയ്യ. അപ്പം നമ്മള് ഓളടുത്ത് ചെന്നിരുന്നു. നല്ല വേദനയുണ്ടോ? ഏയ് നല്ല സുഖ. ഇടയ്ക്ക് ഇങ്ങളെ കൂട്ടാനോടെ ഇങ്ങക്കിട്ടൊന്ന് തരാൻ പറയണ്ട് ഞാൻ. സാരില്ല, അവന് ദേഷ്യം വന്നത് കൊണ്ടല്ലേ. ഓന് ദേഷ്യം വരുമ്പോൾ തല്ലാനും കൂത്താനുള്ള പാവയാണോ ഞാൻ? എല്ലേലും അനക്കൊരു തല്ലിൻ്റെ കുറവുണ്ടായിരുന്നു. ജൂമി അജുക നിങ്ങൾ ഫ്രീ ആണോ? ആണേൽ ദേ ഈ കോപ്പിയൊന്ന് ശരിക്ക് കണ്ടോനെ. ഞങ്ങൾ മാറി നിന്ന് തരാം. വാടി മുത്തോ. ഷാനു അവൾ മുത്തോളയും കൂട്ടി പോയപ്പോൾ ജുമി ഞെട്ടി നിൽക്കുന്നുണ്ട്. നമ്മൾ ചിരിച്ചുകൊണ്ട് പോയി ഡോറടിച്ച് മുഖത്ത് ഗൗരവം വരുത്തി കൈയൊക്കെ കയറ്റി വെച്ച് അവളെ അടുത്തേക്ക് ചെന്നതും ഭയങ്കര വിശപ്പ്. എന്താണാവോ? ഫുഡ് റെഡിയായാവോ? അതും പറഞ്ഞ് ഓള് മുങ്ങാൻ നിന്നതും നമ്മൾ പിടിച്ചു വലിച്ച് ബെഡിൽ കിട്ട് അവളെ മുകളിൽ നമ്മൾ നിന്ന്. എങ്ങോട്ടാ എൻ്റെ ബീവി? നീയല്ലേ ഇതൊക്കെ തുടങ്ങി വെച്ചേ? അപ്പോൾ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരണ്ടേ? പ്രത്യേകിച്ച് എൻ്റെ പെങ്ങൾ നിൻ്റെ ഷാനു അവിടെ ഒന്ന് കിട്ടിയിരിക്കുമ്പോൾ. എന്ത് തരുമെന്ന് നോക്ക്. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനോ? അല്ല, ആർട്ടിക്കിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു പെണ്ണിൻ്റെ ദേഹത്ത് അവളെ സമ്മതമില്ലാതെ കൈവെക്കുന്നത് തെറ്റാണ്. ഏത് സെക്ഷൻ?
ഏത് സെക്ഷനിലാണ് അങ്ങനെ പറഞ്ഞതെന്ന്. ഏത് സെക്ഷനായാലും ഭർത്താവ് ഭാര്യയുടെ മീത്ത് കൈവെക്കുന്നത് തെറ്റല്ല, പ്രത്യേകിച്ച് ഇമാതിരി കുരുത്തങ്ങട്ട ഭാര്യമാരാവുമ്പോൾ. സോ ചുപ് രഹോ, ഓക്കെ? ദേ അജു വേണ്ട, ഞാൻ ഒച്ച വെക്കും. വെച്ചോന്നേ, എന്നിട്ട് നാണം കിടുന്നത് നീയാവും എന്ന് മാത്രം. നിനക്കറിയാലോ എന്നെ. വേണ്ട, വേണം. നമ്മൾ അതും പറഞ്ഞ് അവളെ കഴുത്തിൽ നിന്ന് ഷാള് മാറ്റി അവളെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചപ്പോൾ പെണ്ണ് കണ്ണുമടച്ച് ചുണ്ടും ഉള്ളിലാക്കി കിടന്നു. നമ്മളെ ചിരിച്ചുകൊണ്ട് അവളെ കവളിൽ നമ്മളെ പല്ലുകൾ ആഴ്ത്തി. അപ്പോൾ അവളെ കണ്ണു തുറന്ന് നമ്മളെ തല്ലാനും കുത്താനും തുടങ്ങി. നമ്മളവളെ കൈകൾ പിടിച്ചു വെച്ച് ഒന്നും കൂടി പല്ലുകൾ ആഴ്ത്തി. അവളെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നപ്പോൾ നമ്മൾ പതിയെ അവളെ വിട്ടു. ഇത് നിന്റെ കുരുത്തക്കിടനി. ഇനി അതും പറഞ്ഞ് നമ്മളവളെ ചുണ്ടിൽ ഉമ്മ വെച്ചു. പതിയെ അവളെ കവിളിലും മെഴികളിലും ഉമ്മ വെച്ചു. ദിസ് ഈസ് ഫോർ യു മൈ ലവ് ആൻഡ് ഐ ലവ് യു. അപ്പോൾ പെണ്ണ് കണ്ണുരുട്ടി നമ്മളെ തട്ടിമാറ്റി എണീറ്റ് ഓടി. നമ്മളെ ചിരിച്ചുകൊണ്ടുള്ള പിന്നാലെ ചെന്നപ്പോൾ ഓളെ ആദ്യം തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. എന്താടി നിന്റെ കവളിൽ? ഒന്നുമില്ല. ഇവൻ നിന്നെ തല്ലിയതാണോ അതോ? അതും പറഞ്ഞ് ആദ്യം നമ്മളെ നോക്കിയപ്പോൾ ഓളും നമ്മളെ തിരിഞ്ഞു നോക്കി ഒറ്റ പോക്കായിരുന്നു. നടക്കട്ടെ നടക്കട്ടെ. ആദ്യം അതും പറഞ്ഞ് റൂമിലേക്ക് കയറിയപ്പോൾ നമ്മളെ ചിരിച്ചുകൊണ്ട് ഓൻ്റെ പിന്നാലെ പോയി. ഷാനു നമ്മൾ മുത്തോളെ കൂടെ ഹാളിൽ സോഫയിലിരുന്നു. വലിയവരാരും ഇവിടെയില്ല, എല്ലാവരും ആരെയോ കാണാൻ പോയതാ. അതുകൊണ്ട് നമ്മളെ ടി വിയും വെച്ചിരിക്കുമ്പോഴാണ് ജുമ്മി നമ്മളെ അടുത്ത് വന്നിരുന്നത്. അവളെ കവളിൽ കൈവച്ചിട്ടുണ്ട്, നമ്മളും വെച്ചിട്ടുണ്ട്. ഡി തെണ്ടി, മതിയുടെ എന്നെ കളിയാക്കിയത്. എന്തോന്ന്? അല്ല, കവളിൽ കൈവച്ചിട്ട്. നിക്ക്, ഇനി അജുക്ക് എങ്ങനെ നിന്നെ തല്ലിയോ? എന്താ അവളെ സന്തോഷം? അതൊന്നല്ല. പിന്നെ ഉമ്മ വെച്ചോ? അപ്പോൾ നമ്മളൊരു നോട്ടം. കൊച്ചു കള്ളി, ഒപ്പിച്ചൂലേ? അതിനെന്തിനാ ഇജ് കവള് പൊത്തി പിടിച്ചിക്കണേ? അപ്പോൾ കവളിൽ നിന്ന് കൈയെടുത്തപ്പോണ്ട് ഓളെ കവളിൽ നല്ല പാട്. 1 2 3 4 5 6 7 പല്ലിൻ്റെ പാട്. അപ്പോൾ കടിച്ചൂലേ? വെറുതെ അല്ല. അല്ലടി, എൻ്റെ കെട്ടുവനെന്താ ഉറുമ്പ് വല്ലതാണോ ഏതു നേരം കടിക്കാൻ? അപ്പോൾ നമ്മൾ തുറിച്ചു നോക്കിയതും നമ്മൾ എളിച്ചു കൊടുത്തു. അതെ, ഇവിടെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെന്ന് ഓർമ്മ വേണം മുത്തോൾ. അപ്പോൾ ജുമി ഒന്ന് ചുറ്റും നോക്കിയിട്ട് തപ്പാൻ തുടങ്ങി. നീ എന്താ തപ്പുന്നത്? മുത്തോൾ. അല്ല, ആ കുഞ്ഞുകുട്ടീനെ നോക്കിയതാ, കാണാനില്ലല്ലോ. പോടി പട്ടി. എന്താ ഇവിടെ? പാച്ചൊക്കെ ഞങ്ങൾ അടുത്ത് വന്നിട്ട് മുത്തോളെ നോക്കാൻ തുടങ്ങി. നമ്മളൊന്ന് കുരച്ചപ്പോൾ മൂപ്പര് നമ്മളെ നോക്കി വളിഞ്ഞെള്ളി പാസാക്കി. അനക്ക് നല്ല വേദനയുണ്ടോ ഷാനു? അല്ല, ജുമിക്കും കിട്ടിയാ പാച്ചൂക്ക? ഡീ മുത്തോ, അനക്കറിയോ നമ്മളെ പാച്ചുക്കക്ക് ഒരു കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ കുട്ടിക്ക് അറിയില്ല. മൂപ്പർക്കുള്ള കെട്ടണമെന്ന പൂതി. ഞങ്ങളെ സെറ്റാക്കി കൊടുക്കുക എന്നാ പറഞ്ഞിട്ടുള്ളത്. ജുമി. ആണോ? എന്നാൽ ഞാനും ഹെൽപ്പ് ചെയ്യാം. എന്നിട്ട് നിങ്ങളെ മാരേജിന് ഞാൻ നിങ്ങളെ പെങ്ങളെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. മുത്തോൾ. അത് കേട്ട് പാച്ചുക്ക വായും പൊളിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് മൂപ്പർ ജുമീനെ നോക്കിയപ്പോൾ എന്തോ ദാ വരണേ എന്നെ ആരോ വിളിച്ച്. അതും പറഞ്ഞു ഓള് പോയപ്പോൾ ഓളെ ആരാ വിളിച്ചേ? ഞാൻ കേട്ടില്ലല്ലോ. അല്ല, അതൊക്കെ വിട്. നിങ്ങളെനിക്ക് ആ കുട്ടീനെ കാണിച്ചു തരോ? ഞാനും കാണട്ടെ എൻ്റെ നാത്തൂനെ. മുത്തോൾ. ഷാനോ, ഇജ്ജായിട്ടുള്ള കൊണ്ടുവന്നോ അതോ ഞാൻ പോണോ? പാച്ചുക്ക. അതും പറഞ്ഞ് പാച്ചുക്ക പോയപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ചിരിച്ച് ചത്തു. മുത്തോളൊന്നും മനസ്സിലാവാതെ അവിടെ നിന്ന് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം മജുക്കയും എൻ്റെ അടുത്ത് വന്നിരുന്നു. നമ്മളവനെ മെയിൻ്റാക്കിയില്ല. കള്ളക്കിളവൻ തല്ലിയിട്ട് മെയിൻറ്റ് ചെയ്യാതെ ഇരിക്കുന്നത് കണ്ട. നമ്മളെ ടി വിയിൽ ഒരു കപ്പിൾസ് ഫൈറ്റ് ചെയ്യുന്ന സീൻ വെച്ചിട്ട് ഓനെ ഇടങ്കണ്ണിട്ട് നോക്കി. എവിടെ? നോ മൈൻഡ്. നമ്മൾ വീണ്ടും മോനെ നോക്കിയപ്പോൾ ഓൻ നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഷാനോ, നീ ശരിക്കും ഈ ഫിലിം കാണാമായിരുന്നോ? അജൂക്ക. അപ്പം നമ്മൾ ടി വിയിൽ നോക്കിയപ്പോൾ ദേ 2 കൂടി കിസ്സിങ്. വാക്കിന് വിലയില്ലാത്ത വൃത്തികെട്ട ജന്തുക്കൾ. ഇത്ര നേരം ഓനോളെ കൊല്ലും പറഞ്ഞിരിക്കായിരുന്നു. നമ്മളെ വേഗം മാറ്റിയപ്പോൾ പാത്തു വന്നിട്ട് നീ എന്തേ മാറ്റിയേ? നല്ല സീനാ. ബാക്കി പറയുമ്പോഴേക്കും ഓൾ അവരെ 2 പേരെയും കണ്ടപ്പോൾ വേഗം മുങ്ങി. നമ്മളും നൈസായി അവിടെ നിന്ന് മുങ്ങി. നേരെ റൂമിൽ ചെന്നപ്പോൾ പാത്തുവും ജുമിയും മുത്തോളും അവിടെയുണ്ട്. നമ്മൾ വാതിലടച്ചിട്ട്
എനിക്ക് പ്രതികാരം ചെയ്യണം. ആരോട്? എൻ്റെ കെട്ടിയോനോട്. ഓൻ എന്നെ തല്ലിയിട്ട് ഒരു സോറി പോലും ഇതുവരെ പറഞ്ഞില്ല. സോ എനിക്ക് പ്രതികാരം ചെയ്യണം. നമുക്ക് ഇരുട്ടടി അടിക്കാം. ആ ബെസ്റ്റ്. എന്നാ ശരി, ഞങ്ങൾ അങ്ങോട്ട്. അതും പറഞ്ഞ് പാത്തുവും മുത്തും കൂടി പോവാൻ നിന്നപ്പോൾ ആരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോണ്ട്. അനക്ക് കിട്ടിയതൊന്നും പോരെ കൊച്ചേ? മുത്തോൾ. അവള് പറഞ്ഞതിൽ എന്താ തെറ്റ്? പ്രതികാരം ചെയ്യണം, എനിക്കും ചെയ്യണം. ജൂമി, എൻ്റെ കെട്ടിയവനോട് ഈ എന്തിനു പ്രതികാരം ചെയ്യുന്നേ? എൻ്റെ കെട്ടിയവനോടല്ല, എൻ്റെ കെട്ടിയവനോട്. നമുക്ക് ഫസ്റ്റ് എൻ്റെ കെട്ടിയവനോട്, പിന്നെ എൻ്റെ കെട്ടിയവനോട്. ഞാനുണ്ടടി എൻ്റെ കൂടെ. രണ്ടു കൂടി വീണ്ടും വാങ്ങി വരും. ഞങ്ങളും വരാം. ലോകത്താദ്യമായിട്ടാവും സ്വന്തം ആങ്ങളമാരെ തല്ലാൻ കൂട്ടു നിൽക്കുന്ന പെങ്ങൾ. ഹാ, പറഞ്ഞിട്ട് കാര്യമില്ല. വിവരമില്ലാത്ത രണ്ട് ബാബിമാരുണ്ടായാൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറവും നടക്കും. എന്താ പ്ലാൻ? പാത്തു, നമ്മൾ പ്ലാനൊക്കെ പറഞ്ഞു കൊടുത്തു, എല്ലാം സെറ്റാക്കി. പിന്നെ ഞങ്ങൾ മുഴുവൻ ടൈം റൂമിലായിരുന്നു. കൃത്യം 12 മണിയായപ്പോൾ ഞങ്ങൾ ആയുധങ്ങളൊക്കെ എടുത്ത് ആദിയുടെ റൂമിൻ്റെ അവിടെ ചെന്ന് ഒളിഞ്ഞു നോക്കി. ഓൻ ലാപ്പ് കയ്യിലെടുത്ത് എന്തൊക്കെയോ ചെയ്യാണ്. ഡോറ് കൊട്ടിയാ ഓൻ തന്നെ വന്ന് തുറക്കുള്ളൂ. ഞങ്ങൾ കൊട്ടിയതും ഡോറ് തുറന്ന് ഓൻ വന്നപ്പോൾ കയ്യിലുള്ള പുതപ്പെടുത്ത് ഓൻ്റെ തലയിൽ കൂടി ഇട്ടിട്ട് ഞങ്ങൾ ഓനെ വളഞ്ഞു പിടിച്ച് തല്ലാൻ തുടങ്ങി. ശബ്ദമുണ്ടാവാതെ ഇരിക്കാൻ വായ പൊത്തിപ്പിടിക്കാൻ പറഞ്ഞു. ഇതിൻ്റെ വായ എവിടെ പഠിച്ചോനെ? ആ കിട്ടി. യോ തെണ്ടി കടിച്ച്. ഷാനു. ഞങ്ങളെ വളഞ്ഞിട്ട് തല്ലുന്നതിനിടയിൽ അയാൾ അലറിയതും ഞങ്ങൾ മാറി നിന്നു. അയാളോട് അലർച്ച കെട്ടിട്ട് എല്ലാവരും വന്നു. കൂട്ടത്തിൽ വരുന്ന ആദീനെ കണ്ടിട്ട് ഞങ്ങളെ ഞെട്ടി പരസ്പരം മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഇതാരെ പഠിച്ചോനെ? ആ ആളെ തലേന്ന് പുതപ്പ് മാറ്റിയതും ആളെ കണ്ടിട്ട് ഞങ്ങൾ നാല് വഴിക്ക് ഓടി. ഞാൻ നേരെ ഓടിയത് കിച്ചണിലേക്കാണ്. പോയൊരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിച്ചു. ഷേ, എന്നാലും ആളും മാറിയതെങ്ങനെ? പെട്ടെന്ന് നമ്മളെ തോളിൽ ആരോ കൈവച്ചപ്പോൾ നമ്മൾ ഞെട്ടി. അതൊക്കെ തിരിഞ്ഞു നോക്കിയപ്പോണ്ട് ഒരുത്തി മുഖത്ത് ഫ്ലാഷ് ഇട്ട് നിൽക്കുന്നു. കോപ്പേ, മനുഷ്യ പേടിച്ചോ? സോറി, കുറച്ച് വെള്ളം നിൽക്കും. അവൾ വെള്ളമെടുത്ത് കുടിക്കുമ്പോൾ പാത്തുവും മുത്തോളും കൂടി വന്നു. എന്നാലും മളിയനെങ്ങനെ അവിടെ വന്ന്? മൂപ്പരെപ്പില്ല ആൻറ്റി. ശരിയാ പാത്തു. ഷോ, പാച്ചുക്കായി നിങ്ങൾ കൂടി കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ ജൂമി. അതെന്താ പാച്ചുക്കാക്ക് കുഴപ്പമില്ല എന്ന്? അങ്ങേരെന്താ നേർച്ച കൊഴിയോ? മുത്തോൾ. ഈ ഇടയായിട്ട് നിനക്ക് പാച്ചുക്കാനോട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് മോളെ. അത് വേണ്ട കേട്ടോ. കൊച്ചാന്ന് ഒരു മാനുഷിക പരിഗണനയുടെ പേരിൽ പറഞ്ഞതാടോ. ഇനി അതിന് വേറെ അർത്ഥം കണ്ടെത്താൻ നിൽക്കണ്ട. മുത്തോൾ. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ, ഞങ്ങൾ 4 കൂടി വളഞ്ഞു തല്ലിയത് നമ്മുടെ ആരിത്താടെ ചെക്കനെയാണ്, ഞങ്ങളുടെ ജാബറളിയൻ. അതെ, നമ്മളിവിടെ നിൽക്കുന്നത് സേഫല്ല, നമുക്ക് അങ്ങോട്ട് പോവാം. മുത്തോൾ. ഞങ്ങൾ അങ്ങോട്ട് പോയി ഒന്നും അറിയാത്ത പോലെ നിന്നു. ആര്യത്തെ മൂപ്പർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനെയൊക്കെ തല്ലാൻ ആർക്ക് ധൈര്യം വന്നത്? ആരായാലും ഈ വീട്ടിലുള്ളവൻ തന്നെയാ. അജുക്കട മൂത്താപ്പ. പെട്ടു മോളെ, പെട്ടു. പാത്തു, മിണ്ടാതിരിക്കടി പോത്തെ. ആരായാലും നല്ല കിട്ടലാണ് കിട്ടി. ജാബിക്ക. മറുമത്തൊന്നും കൊണ്ടില്ലല്ലോ? പാച്ചു. ഇല്ലടാ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ജാബിക്ക. ഡോറ് കൊട്ടിയിട്ട് വന്ന് തല്ലിയത് ആരെന്നാ എനിക്ക് മനസ്സിലാവാത്തെ? അജു. മാന്യന്മാരാണ് ആരായാലും. പാച്ചുക്ക. അവസാനം ജാബിക്കാൻ എല്ലാവരും കൂടി കൊണ്ടുപോയി. എല്ലാവരും പിരിഞ്ഞുപോയി. ഞങ്ങൾ 4 അവന്മാരും 3 മാത്രമേ ഉള്ളൂ. പാച്ചുക്ക ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് എനിക്ക് ഡൗട്ട് ഈ നിൽക്കുന്ന 4 ഇപ്പോൾ നടന്ന സംഭവത്തിൻ്റെ പിന്നിലെ കറുത്ത കൈകൾ ഇതിലാരുടെയോ ആണ്. ഞങ്ങളെന്തിനാ ജാബിക്കാനെ തല്ലുന്നേ? അതും ശരിയാണ്, എന്നാലും എനിക്ക് ഒരു ഡൗട്ടാണ് പാച്ചുക്ക. എന്നാൽ നിങ്ങളെവിടെ ഡൗട്ട് അടിച്ച് ചെയ്യുന്നു? ഞങ്ങൾ പോവാ. ജുമി. ഞങ്ങൾ 4 മനുഷ്യ ചങ്ങല പോലെ പോവാൻ നിന്നതും 4 അവിടെ നിന്നേ. അജുക്ക. തീർന്നു പോലെ തീർന്നു. പാത്തു. ഗിപ്പൻ്റെ ഉമ്മാനെ കാണണം. മുത്തോൾ. ഒന്നും നോക്കണ്ട, കിട്ടിയ വഴിക്കൂടി ഒക്കെ ഓടിക്കോ. ജുമി. ഞാനിനി ഗാന്ധിജി ആവാനില്ല, മറ്റേ കരണം കൂടി കൊടുക്കാൻ വയ്യ. ഞങ്ങൾ 4 തിരിഞ്ഞു നിന്നതും ആദ്യം ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾ 3 പോയി കിടന്നോ, എനിക്ക് ഇവളെ കൊണ്ടൊരു കാര്യമുണ്ട്. ആദ്യം. ഞാൻ പോവില്ല. നമ്മൾ ജുമിയുടെ കയ്യിൽ തൂങ്ങിയപ്പോൾ ഓൻ നമ്മളെ നോക്കി കണ്ണുരുട്ടി. അപ്പോൾ ആ 3 തെണ്ടികളും ഈ കടവയുടെ മുന്നിൽ എന്നെ ഇട്ടുകൊടുത്തിട്ട് ഫ്ലൈങ് കിസ്സൊക്കെ തന്നിട്ട് ഒറ്റ പോക്ക്. നമ്മളും അതേപോലെ അവരെ പിന്നാലെ പോവാൻ നിന്നതും ആദ്യം നമ്മളെ പൊക്കിയെടുത്തോണ്ട് പോയി.
പാച്ചുക്ക അവിടെ നിന്ന് ടാറ്റൊക്കെ തരുന്നുണ്ട്. നമ്മളെ നേരെ കൊണ്ടുപോയി ടെറസിൽ കൊണ്ടുപോയി ഒറ്റയിട്. യാഹുദ എൻ്റെ നടു കള്ള വവ്വാലി. നമ്മൾ ഓനെ നോക്കി പല്ല് കടിച്ചപ്പോൾ ഓൻ നമ്മളെ നേർക്ക് മുട്ടുകുത്തി നിന്നു. നേരത്തെ നടന്ന സംഭവത്തിൽ നിനക്ക് വല്ല പങ്കുണ്ടോ? ഷാനു ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി ഇല്ല എന്ന് പറഞ്ഞു. വെറുതെ നല്ല വല്ല സമയണ്ട. ഇല്ല ഇല്ലേ? അതിനെന്തിന് ഇങ്ങനെ അച്ചിടുന്ന മനുഷ്യ? ഇല്ല ഇല്ലേ? ഇല്ല ഇല്ല. നിന്നോട് പാട്ടുപാടാനല്ല പറഞ്ഞത്, ചോദിച്ചതിന് ഉത്തരം പറയടി. അവൻ ചാടിയതും നമ്മൾ നല്ല കുട്ടിയായിട്ട് തലയാട്ടി. നിനക്കെന്താടി ബോധമില്ലേ? നീ ആരാന്ന എൻ്റെ വിചാരം? എത്ര കിട്ടിയാലും പഠിക്കില്ല. നീ എന്തിനാടി ജാബിക്കാനെ തല്ലേ? നിനക്ക് നിർത്ത്. ഞാൻ ജാബിക്കാനെ തല്ലാനൊന്നല്ല വന്നേ, അന്നെ തല്ലാനാണ്. വാട്ട്? എന്നെയോ? എന്തിരി? അത് പിന്നെ ഇയാൾ കാര്യം അറിയാതെ എന്നെ തല്ലി, എന്നിട്ടൊന്നും സോറി പോലും പറഞ്ഞില്ലല്ലോ. അപ്പം എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ എന്നെ തല്ലാൻ വന്നതാ. പക്ഷെ ജാബിക്ക് എങ്ങനെ ഇടയിൽ കയറിയെന്നാ എനിക്ക് മനസ്സിലാവത്തെ. അങ്ങേരെപ്പോഴാ വന്നേ? ആദി. അവൾ അതും പറഞ്ഞ് എന്നെ നോക്കിയതും എനിക്ക് ദേഷ്യം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല. വായിൽ വന്നത് മൊത്തം അവളെ വിളിച്ചു കോവി. അവളാണെ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുക. അതും കൂടി കണ്ടപ്പോൾ നമ്മൾ അവളെ ഒന്നും കൂടി കൊടുക്കാൻ പോയപ്പോൾ പാച്ചുവും മജുവും കൂടി ഓടി വന്ന് എന്നെ പിടിച്ചു. വിടടാ എന്നെ, അവക്കൊന്നും കിട്ടാത്തതിൻ്റെ കേടാ. കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ പാച്ചു. നീ എന്തിനാ അവളോട് ഇങ്ങനെ ചൂടാവുന്നേ? പാവം അതിരുന്ന് കരയാ. അജു. ആരെ? അവളോ കരയാ? ഈ നൃത്തം കണ്ടിട്ട് എനിക്ക് കരയണ പോലെയാണോ തോന്നിയേ? ഡി. നമ്മളെ വിളിച്ചപ്പോൾ പെണ്ണ് തലയോർത്തി നോക്കിയിട്ട് എല്ലാവരെയും കണ്ട് വിളിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അജുവിനെ നോക്കിയപ്പോൾ ഓൻ എന്തോന്നടി എന്ന ഭാവത്തിൽ ഓളെ നോക്കുന്നുണ്ട്. നിങ്ങൾ പൊക്കോ, ഇന്ന് ഇതിനൊരു തീരുമാനമാക്കിയിട്ട് ഞാൻ വരുന്നുള്ളൂ. അപ്പോൾ തന്നെ ഓള് പോയി അജുവിൻ്റെ കൈ പിടിച്ച് ഓൻ്റെ കൂടെ പോകാൻ നിന്നതും നമ്മളോളെ പിടിച്ചു വലിച്ച് അവിടെ നിർത്തി അവരോട് പോകാൻ പറഞ്ഞു. അവർ പോയതും നമ്മളോളെ അരയിൽ കൂടി കൈയിട്ട് ലോക്കാക്കി. ഇപ്പോൾ ഓടടി. അപ്പോൾ ഓള് നമ്മളെ പുച്ഛിച്ച് മുഖം തിരിച്ചപ്പോണ് അവളെ കവളിൽ പതിഞ്ഞു കിടക്കുന്ന നമ്മളെ കൈൻ്റെ പാട് കണ്ടത്. നമ്മൾ പതിയെ അവിടെ തലോടിയതും അവൾ ഞെട്ടി നമ്മളെ നോക്കി. നല്ലോണം വേദനിച്ചോ നിനക്ക്? ഒരു തൂവല് കൊണ്ട പോലെയായിരുന്നു. അപ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് അവളെ കവളിൽ അമർത്തി ഉമ്മ വെച്ചപ്പോൾ ഓൾ നമ്മളെ തന്നെ നോക്കി. സോറി, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നത് കൊണ്ടല്ലേ. എനിക്ക് ദേഷ്യപ്പെടാനും തല്ലാനും ഈയല്ലേ ഉള്ളൂ. ആടാ, അനക്ക് ദേഷ്യം വരുമ്പോൾ തല്ലാനും കുത്താനാണല്ലോ എൻ്റെ വാപ്പയും ഉമ്മയും അനക്ക് ഇന്നെ കെട്ടിച്ചു തന്നത്. അല്ല, ദേഷ്യം വന്നിട്ട് എന്നെ കൊന്നിട്ട് ഓൻ സോറി പറഞ്ഞാൽ എൻ്റെ ജീവൻ തിരിച്ചു കിട്ടോ? ആഹാ, പൊണ്ടാട്ടി കലിപ്പിലാണല്ലോ. അല്ല, ഞാൻ ദേഷ്യത്തിലാണ്. ആക്കിയതാണല്ലേ? അല്ല, ഞാൻ ഭാര്യതാണ്. ഓ, അപ്പോൾ നീ എന്നോട് ക്ഷമിക്കില്ല? അതിന് ഞാൻ വേറെ ഒന്നും കൂടി ജനിക്കണം. ഓക്കെ, ഏതായാലും ഈ വേറെ ജനിക്കുന്നവരൊന്നും വെയിറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ. സോ നീ ക്ഷമിക്കുന്നവരെ ഞാനിങ്ങനെ നിന്നെ കിസ്സടിച്ചുകൊണ്ടിരിക്കും. അത് അതിര് കടന്ന് വേറെ വല്ലതായാൽ എന്നെ പറയണ്ട, കേട്ടല്ലോ? ഓ പിന്നെ അങ്ങനെയൊന്നും എൻ്റെ കൺട്രോൾ പോവില്ല. ഓക്കെ, ടെസ്റ്റ് ചെയ്യാം. അതും പറഞ്ഞ് നമ്മളവളെ കണ്ണിൽ ഉമ്മ വെച്ചപ്പോൾ അവൾ പുച്ഛിച്ച് തള്ളി. അപ്പോൾ അവളെ നെറ്റിയിൽ ഉമ്മ വെച്ചപ്പോൾ അവളൊന്ന് പോടാപ്പ എന്ന ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. കാണിച്ചു തരാടി. നമ്മൾ പതുക്കെ അവളെ കഴുത്തിൽ ഉമ്മ വെച്ചപ്പോൾ പെണ്ണൊന്ന് പൊളഞ്ഞുകൊണ്ട് നമ്മളെ നോക്കി. അപ്പം നമ്മൾ വീണ്ടും അവിടെ ഉമ്മ വെച്ചപ്പോൾ ഓള് നമ്മളെ തള്ളിമാറ്റാൻ നോക്കുന്നുണ്ട്. എന്നോട് ക്ഷമിച്ചെന്ന് പറ, എന്നാ ഞാൻ നിർത്താം. ഇല്ല. അപ്പോൾ വീണ്ടും അവളെ ചെവിയിൽ പോയി ഉമ്മ വെച്ചപ്പോൾ പെണ്ണ് നമ്മളെ ഷർട്ടിൽ പിടിമുറുക്കി. പതിയെ നമ്മളവളെ ചുണ്ടിലേക്ക് നമ്മളെ ചുണ്ടടിപ്പിച്ചതും അവൾ നമ്മളെ വായ പൊത്തി. അപ്പോൾ നമ്മൾ അവളെ കൈയെടുത്തു. ക്ഷമിച്ചോ? അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞതും നമ്മൾ പതിയെ നമ്മളെ മുഖം അവളുടെ മുഖത്ത് ഘടിപ്പിച്ചതും ഓളെ നമ്മളെ പിടിച്ച് തള്ളിയെങ്കിലും നമ്മൾ ഒരടി പുറകിലേക്ക് പോയില്ല. ക്ഷമിച്ച് എന്നെ ഒന്ന് ചെയ്യല്ലേ? എന്നാ ശരി, ഞാൻ പൊക്കോട്ടെ. എങ്ങോട്ട്? ഏതായാലും നീ എന്നെ ഇത്രയൊക്കെ കഷ്ടപ്പെടുത്തിയതല്ലേ. എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടേ ഞാൻ എന്നെ വെറുതെ വിടോ? എന്ത് തല്ലാനോ? അയ്യാ, എന്താ ഉള്ള സന്തോഷം? അതൊന്നല്ല, കിസ്. ഞാനൊന്നും തരൂല. വേണ്ട, തരേണ്ട. ഏതായാലും നമ്മളെ ഫസ്റ്റ് നൈറ്റ് പെൻഡിങ് ആണ്. നല്ല കാറ്റും നിലാവും ഓപ്പൺ ടെറസും. നമുക്കൊരു കൈ നോക്കിയാലോ? മാണ്ട, ഞാൻ ഉമ്മ തരാം. വേണ്ടെന്നേ, എനിക്ക് ഫസ്റ്റ് നൈറ്റ് മതി. മാണ്ടാത്തോണ്ട.
ഞാൻ ഉമ്മ തന്നുണ്ട്. എന്നാ ഓക്കെ തായോ. അപ്പോൾ ഓളെ ചുണ്ടൊന്ന് കൊട്ടി പതുക്കെ നമ്മുടെ കവളിലൊന്ന് തൊടിയിച്ചു. എന്നിട്ട് കഴിഞ്ഞെന്ന്. ഞാൻ എന്താടി വല്ല അസുഖം പിടിച്ച പട്ടിയോ പൂച്ചയോ? ഇങ്ങനെ തരാൻ മര്യാദയ്ക്ക് താടി, ഇല്ലേ ഞാനങ്ങ് തരും, പറഞ്ഞേക്കാം. അത് കേട്ടതും പെണ്ണ് നമ്മളെ നോക്കി വേണ്ടെന്ന് പറഞ്ഞു. നമ്മളെ കഴുത്തിൽ കൂടി കൈയിട്ട് പതുക്കെ പതുക്കെ വന്ന് കവളിൽ ഉമ്മ വെച്ചു. അപ്പം നമ്മൾ മറ്റേ കവള് കാണിച്ചു കൊടുത്തപ്പോൾ ഓള് ചുണ്ടു കൂർപ്പിച്ച് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കണ്ണുരുട്ടിയപ്പോൾ ഓൾ അവിടെയും തന്നു. എന്നാ പിന്നെ ഇനി പൊക്കോ, ഇനി മേല വല്ല കുരുത്തക്കേടും കാണിച്ച. അപ്പോൾ ഓള് തലയാട്ടി നടന്നു. എന്നിട്ട് വാതിലിൻ്റെ അവിടെ എത്തിയിട്ട് തിരിഞ്ഞ് നമ്മളെ നോക്കിയിട്ട് പോടെ പട്ടി, അതും പറഞ്ഞ് കൊഞ്ഞനം കുത്തി ഒറ്റ ഓട്ടം. നമ്മളെ ഡി എന്ന് വിളിച്ചപ്പോഴേക്കും ഓൾ എത്തേണ്ട സ്ഥലത്തെത്തി. നമ്മളെ ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. ജൂമി മുത്തോളും ബാത്തും കൂടി പൊരിഞ്ഞു ഉറക്കം കഴിഞ്ഞു. എന്നിട്ടും ഷാനു എത്തിയില്ല. ആദ്യം എങ്ങാനും അതിനെടുത്ത് വെളിയിൽ കൊണ്ടുപോയിട്ടോ, ഒന്ന് പോയി നോക്കിയിട്ട് വരാം. നമ്മൾ പതുക്കെ എണീറ്റ് പോയി നോക്കുമ്പോഴാണ് നമ്മുടെ മുന്നിൽക്കാരോ ചാടിയത്. സ്വയം രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ആ മനുഷ്യനെ വയറ്റിനിട്ട് ഒന്ന് കൊടുത്തപ്പോൾ അയാൾ വെളിച്ചത്തേക്ക് വന്നു. ഹായ് അജു. പറട്ടെ ഇബ്ലീസേ, എന്നെ കൊല്ലൂടി. സോറി കണ്ടില്ല. അനക്ക് ലേശൊരു ഉൾപ്പുണ്ടോടി. ഭാര്യ അത്ര ഭാര്യ. ഉമ്മാനെയും വാപ്പാനെയൊക്കെ നമ്മൾ ലോഡ് കണക്കിന് അങ്ങോട്ട് തരാന്നല്ലാതെ ഒന്നെങ്കിലും എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടോ അയ്യ? അവിടെ ഒരുത്ത 2 എണ്ണമാണ് വാങ്ങിയത്. എല്ലാവരും എൻ്റെ വിധി, അല്ലാതെ എന്താ. നന്ദിയില്ലാത്ത ജന്തു. അതും പറഞ്ഞ് ഓൻ പോയപ്പോൾ നമ്മൾ കിളി പോയ പോലെ അവിടെ നിന്നു. ഓനിക്ക് ഉപ്പയും ഉമ്മയും ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ കൊടുക്കുന്നേ? ഈ പൊട്ടൻ ഇതെന്തൊക്കെയാ പഠിച്ചതിനെ പറയണേ. നമ്മൾ വീണ്ടും നടന്നതും ഏതോ ഒന്ന് വന്നിട്ട് നമ്മൾ ഇടിച്ചു വീഴ്ത്തി. വീഴ്ചയിൽ അയാളെ കവൾ നമ്മളെ ചുണ്ടിലാണ് വന്ന് പതിഞ്ഞത്. പെട്ടെന്ന് ലൈറ്റ് ഓൺ ആയപ്പോൾ നമ്മൾ നോക്കിയപ്പോണ്ട് അജു കൈയും കെട്ടി നിൽക്കുന്നു. നമ്മളെ മേത്ത് കിടക്കുന്ന സാധനത്തിനെ നോക്കിയപ്പോൾ ഷാനു ആണ്. ഓൾ എണീറ്റ് നിന്നിട്ട് ഇന്നെന്താ ചുമ്മന മത്സരം വല്ലതുണ്ടോ? എല്ലായിടത്തും നിന്നുണ്ടല്ലോ ഷാനു. നമ്മളൊക്കെ ഒന്ന് ചോദിച്ചാൽ ഓൾ കൊടുക്കത്തെ ഡിമാൻഡ് ഇവിടെ ചോദിക്കാതെ പലർക്കും കൊടുക്കുന്നു. അതും പറഞ്ഞ് അജു പോയപ്പോൾ നമ്മൾ ഷാനുവിനെ നോക്കിയപ്പോൾ ഓളും അജുനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. നിന്റെ കെട്ടുവിനെന്തടി പറ്റിയേ? ആവോടി, ഏതോ ഒരു പിരി ലൂസായി എന്ന് തോന്നുന്നു. ഇജ് എവിടെയായിരുന്നോ? അഞ്ഞോൻ ബാക്കി വെച്ചോ? അപ്പോൾ നടന്നതൊക്കെ പറഞ്ഞു തന്നപ്പോഴാണ് നമുക്ക് നേരത്തെ അജുവിൻ്റെ കലിപ്പിൻ്റെ കാര്യം മനസ്സിലായത്. കള്ളപ്പന്നി ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് പണിയാണ്. ഞങ്ങൾ എണീറ്റ് പോവാൻ നിന്നതും ബാൽക്കണിയിൽ ഒരു നിഴലനക്കം കണ്ടു. നമ്മൾ ഷാനുവിനെ വിളിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ ഓള് മിണ്ടല്ലേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് നടന്നു. അപ്പോണ്ട് അയാൾ അവിടെ നിന്ന് പരുങ്ങി കളിക്കുന്നു. മുഖത്ത് മാസ്ക് ഉണ്ട്. ഡി, ഇത് മറ്റേ അസ്ഥിക്കുടുമാണെന്ന് തോന്നുന്നു. അറ്റാക്ക്. അതും പറഞ്ഞ് അവിടെയുള്ള ഫ്ലവർ വേസ് എടുത്ത് അയാളെ തല്ലാൻ നിന്നതും പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നിന്ന് ഷാനിൻ്റെ കയ്യിൽ പിടിച്ചു. കള്ളൻ കള്ളൻ കള്ളൻ! നമ്മൾ അലറി വിളിച്ചപ്പോൾ എല്ലാവരും കൂടി ലൈറ്റൊക്കെ ഓണാക്കി ഓടി വന്നു. എവിടെ കള്ളൻ എവിടെ? പാച്ചുക ദീ നിൽക്കുന്നു. അപ്പോൾ ആദിയും മജുവും പാച്ചുകയും കൂടി അയാളെ അടുത്തേക്ക് ചെന്നതും അയാൾ മുഖത്തെ മാസ്ക് ഊരി. കിളി പോയി. ആരും നോക്കണ്ട, ബീജമാണ്. യാഹുദാ, ഇതാര് ഗന്ധർവനാണോ? നമ്മൾ അങ്ങേരെ നോക്കി കിളിപോയ പോലെ നിൽക്കുമ്പോൾ ഷാനു നമ്മളെടുത്ത് വന്ന് തോണ്ടിയേ. ഡീ, ഇത്രയും ലുക്കുള്ള കള്ളനോ? പെട്ടെന്ന് അജുവും ആദിയും പാച്ചുകയും കൂടി അവനെ കെട്ടിപ്പിടിച്ച് അളിയ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. വീട്ടുകാരൊക്കെ അവനോട് വർത്താനം പറഞ്ഞ് ഞങ്ങളെ തലക്കൊര കൊട്ടുന്നെന്ന് പോയി. ഇതാരെന്ന് മനസ്സിലായോ? അജു. ആരായാലും ഇന്നു മുതൽ എൻ്റെ കണ്ണുകളും കാതുകളും ഇങ്ങനെ പിറകെയായിരിക്കും. മീറ്റു. ഷാനു. അജു. പടച്ചോനെ, ഇവളുടെ ഉള്ളിലെ കോയി ഉണർന്നു എന്ന് തോന്നുന്നു. നമ്മൾ ഓളെ അടുത്ത് ചെന്ന് ഒന്ന് ചുമച്ചപ്പോൾ ഓള് ഡീസൻ്റായി നിന്നു. ഇതെൻ്റെ മൂത്താപ്പൻ്റെ മോനാണ് സിനാൻ. സിനു, ഇതെൻ്റെ വൈഫാണ് ജുംന. ഇത് ആദിയുടെ വൈഫാണ് ഷഹനാസ്. അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് അവർക്ക് കൈ കൊടുത്തപ്പോൾ ഞാനും ആദിയും രണ്ടിനെയും കൈപിടിച്ച് വെച്ചു. ഡാ, നിനക്ക് നല്ല ക്ഷീണം കാണും. പാച്ചു, നീ ഇവനെ റൂമിലേക്ക് കൊണ്ടുപോക്കോ. പാച്ചു തലയാട്ടി ഓനെ കൊണ്ട് റൂമിലേക്ക് പോയപ്പോൾ നമ്മളെ കെട്ടിയോളെ നോക്കിയപ്പോൾ ഓൻ പോയ റൂട്ടിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ്. ഡി, മതിയടി അവൻ്റെ ചോര ഊറ്റിയത്. നിനക്ക് ഇത്ര ഗ്ലാമറുള്ള കസിൻസൊക്കെ ഉണ്ടായിരുന്നോ? പെണ്ണ് കാണാൻ വരുമ്പോൾ ഇങ്ങനെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? ഡി കാട്ടോയ്, ഒരൊറ്റന്നങ്ങ് തരും. അപ്പോൾ പാച്ചു വന്നിട്ട് നിങ്ങളിങ്ങനെ കലിപ്പാവല്ലേ? ജുമി, ഞാൻ നിനക്കൊരു പ്രതിജ്ഞ ചൊല്ലിത്തരാം.
അതേപോലെ പറയണം, ഓക്കെ? പാച്ചു: ഹാ. കേരള ഈസ് മൈ സ്റ്റേറ്റ്. പാച്ചു: കേരള ഈസ് മൈ സ്റ്റേറ്റ്. ഓൾ കേരളീയൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഓൾ കേരളീയൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എക്സെപ്റ്റ് ഹിം. അപ്പോൾ ഞാനോ? അന്നെ വേണമെങ്കിൽ ഞാൻ ഒരു ബ്രദറാക്കും, നോ പ്രോബ്ലം. ഈ കോപ്പിനെ ഞാനിന്ന് നമ്മളവളുടെ അടുത്തേക്ക് പോയതും ഷാനു അവളെ വലിച്ചുകൊണ്ട് പോയി. അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേന്ന് മുതൽ എൻ്റെ ഭാര്യനെ സിനുവിൻ്റെ പിറകിൽ നിന്ന് വഴിതിരിച്ച് വിടലായിരുന്നു എൻ്റെ പണി. ഒരു ഭർത്താവിൻ്റെ രോദനം. സിനു ഞങ്ങളോട് മറ്റോരേക്കാൾ കൂടുതൽ കട്ട കമ്പനിയായിരുന്നു. അങ്ങനെ രാത്രി ഞാനും മതിയും പാച്ചുവും സിനുവും കൂടി വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ പാച്ചുക്കാരെ താഴെ ഉമ്മ വിളിക്കുന്നുണ്ട്. ഷാനു: എന്തിന്? പാച്ചു: അറിയില്ല, ചെല്ലാൻ പറഞ്ഞു. അവൻ താഴേക്ക് പോയതും അവളുമാരെ വേഗം ഡോറടിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട്: നാളെ പാച്ചുക്കാരൻ്റെ ബർത്ത്ഡേ അല്ലേ, സെലിബ്രേറ്റ് ചെയ്യണ്ടേ? ഷാനു: ആ ചെയ്യണം. നമുക്ക് ഇന്ന് രാത്രി ഒരു സർപ്രൈസ് കൊടുത്താലോ? കൃത്യം 12 മണിക്ക്. നല്ല പ്ലാൻ അല്ലേ സിനുക്ക? അതും പറഞ്ഞ് ജുമി സിനുവിൻ്റെ അടുത്തേക്ക് പോകാൻ നിന്നതും നമ്മളവളെ നമ്മളെടുത്ത് പിടിച്ചു നിർത്തി. ഓളെ കോപ്പിലെ സിനുക്ക: സെറ്റ്, നമുക്ക് ടെറസിൽ അറേഞ്ച് ചെയ്യാം. കേക്ക് വാങ്ങണ്ടേ? സിനു: കേക്ക് റെഡിയാണ്. പാത്തു: എന്നാ ഓക്കെ. പക്ഷേ പാച്ചുവിനെ മാറ്റി നിർത്തണ്ടേ, അവൻ അറിയാതിരിക്കില്ല. ആദി: അതിനല്ലേ നമ്മൾ മുത്തുള്ളേ, ഓള് നോക്കിക്കോളും. ഷാനു: ഞാനോ? ഞാനെങ്ങനെ? മുത്തോൾ: അന്നെക്കൊണ്ട് പറ്റും, അന്നെക്കൊണ്ടേ പറ്റൂ. ജുമി: പക്ഷേ നീ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് മൂപ്പര് മേലേക്ക് വരാതെ സൂക്ഷിച്ചാൽ മതി. അഥവാ വരാണെങ്കിൽ സിഗ്നൽ തന്നാൽ മതി, ഓക്കെ? അങ്ങനെ എല്ലാം സെറ്റാക്കി ഞങ്ങളെല്ലാവരും കൈവച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പാച്ചൊക്കെ വരുന്നത് കണ്ടത്. അപ്പോൾ തന്നെ ഞങ്ങൾ മുത്തോളെ ഓൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഞങ്ങൾ നേരെ ടെറസിലേക്ക് വിട്ടു.